ഹലോ, കളർ തെറാപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ബി പി കുറഞ്ഞു പോകുന്ന കേസാണ്. ബി പി കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് എന്തെങ്കിലും പറയുമ്പോൾ, പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പാനിക്കായിട്ട് വന്നു കഴിഞ്ഞുള്ള ഒരവസ്ഥ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റുകളോ ബ്ലഡോ പോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ബി പി കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് നമ്മൾ നേരത്തെ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു അവയർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. നമ്മൾ CRP നമ്മൾ കൊടുക്കാറുണ്ട്, നെഞ്ചിന് CRP കൊടുക്കാറുണ്ട് അല്ലേ. ഈ CRPക്ക് പകരം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു CRP കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതാണ് ഇവിടെ ഹാർട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ പിടിച്ചിട്ട് പമ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ പിന്നെ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ അവർ ആ വീട്ടിൽ, ഏതൊരു വീട്ടിൽ പോവുകയായിരുന്നു. ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാൾക്ക് ഇതുപോലെ പ്രശ്നമുണ്ടായി. അയാൾ ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറി. വീട്ടുകാർ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ അപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറൊരു സുഹൃത്ത് അതിരമ്പുഴയിൽ ടൂറിന് പോയായിരുന്നു. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു താഴെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ അവരുടെ കൂടെ ഒരു ഫാമിലി കൂടി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയെ പിടിച്ചിട്ട് മുകളിലേക്ക് കയറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടീനെ പിന്നെ ഇവിടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ കയറുന്നുണ്ടായിരുന്നു. അവർ മുകളിൽ വന്നപ്പോഴേക്കും അവരുടെ ശ്വാസം കിട്ടാതെ അവർക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പോഴേക്കും ഒരാൾ സോഡ വാങ്ങാൻ പോയി, ഒരാൾ വെള്ളം എടുക്കാൻ പോയി. അപ്പോഴേക്കും ഈ കുട്ടി താഴെ കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ഈ കപ്പിള് അവരെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ, ആ ദമ്പതികൾ ഉടനെ തന്നെ എന്ത് ചെയ്തു, CRP കൊടുത്തു. CRP കൊടുത്തപ്പോൾ തന്നെ അവർ എഴുന്നേറ്റു. ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മാർക്കർ ഉണ്ടെങ്കിൽ, അതുപോലെ മറ്റൊന്നുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കിൽ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നീഡിൽ കാണുമ്പോൾ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ നീഡിൽ ചെയ്യുന്നതിന് മുമ്പ് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ തൊട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കൈ തണുത്തിരിപ്പുണ്ടാവും, വല്ലാതെ കൈ തണുത്തിരിപ്പുണ്ടാവും. ഇങ്ങനെ കൈ തണുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി നീഡിൽ ചെയ്യരുത്. നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ താഴെ പോകും. കാരണം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ഈ വ്യക്തിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ വ്യക്തിയെ അറിയാതെ നിങ്ങൾ പോയിട്ട് നീഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ നീഡിലിൻ്റെ ഭയം കൊണ്ട് ആൾക്ക് അലോപ്പതി നീഡിലിനെയാണ് എല്ലാവരും ഓർക്കുന്നത്. അതിന് മരുന്ന് പോകാനുള്ള ഹോളും ഇതൊക്കെ വേണം. അപ്പോൾ അതിന് ഇത്തിരി വണ്ണമുള്ളതാണ്. നമ്മളുടെ വെറും മുടിയുടെ വണ്ണമുള്ളൂ അക്യുപഞ്ചറിൻ്റെ നീഡിൽ. ആ നീഡിൽ വെച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നും വരാറില്ല. പക്ഷെ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഈ ഭയം ഉള്ളിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ ഈ നീഡിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ BP കുറഞ്ഞ് താഴെ പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അവരെ താഴെ കിടത്തുകയും കളർ കൊടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ 2 കാലും ഉയർത്തി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും. ഇല്ലെങ്കിൽ CRP ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. അതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യും, വളരെയധികം സൂക്ഷിക്കുന്നത് താഴെ പോകാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റെഡ് കളറാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഈ റെഡ് കളറാണ് ഉപയോഗിക്കേണ്ടത്. റെഡ് കളർ ഈ പൊസിഷനിൽ നിങ്ങൾ ഉപയോഗിച്ചിടുക. ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾ ആ കളർ ഉപയോഗിക്കുക. കളർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നീഡിൽ ചെയ്തോളൂ. പിന്നെ പുള്ളിക്ക് പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇതുവരെയും എനിക്കങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ റെഡ് കളർ ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ നീഡിൽ ചെയ്യാറുള്ളൂ. ആ നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് കാണാറില്ല. നിങ്ങളും ചെയ്തു നോക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.